ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഞങ്ങൾ ഒരു പ്രമോഷൻ വർക്കിന് പോവുകയാണ്. ഷിക്കൂറാവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളൊരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കുറി പോകണത് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇറങ്ങണത് നമ്മളെ ഒരു ചെറിയ വണ്ടി എടുത്തിട്ടുണ്ട്. ആ വണ്ടിയിലാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് പോകുന്ന വർക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഈ ഗ്യാപ്പിൽ പറയാമെന്ന് വിചാരിച്ചാണ്. എന്തായാലും കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫീൽഡിൽ, മീഡിയ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നിങ്ങനെ നമ്മുടെ വർക്കിന് വേണ്ട കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലാപ്ടോപ്പൊക്കെ മേടിച്ച് സെറ്റാക്കി, പിന്നെ ഒരു വണ്ടിയാണ് ആവശ്യം. ആ വണ്ടി മേടിച്ചു. പക്ഷേ നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടും നമുക്ക് യൂട്യൂബൊന്നും നമ്മൾ ഒരാളെ പറഞ്ഞ ഈ കൂലിപ്പണിക്ക് പോയിട്ടും പിന്നെന്താ പറയുക ബിസിനസ് ചെയ്തും ഒക്കെ കിട്ടിയ പൈസ വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി പിന്നെ തുടക്കത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം. നമുക്ക് നമ്മുടേതായ ഫാമിലി പ്രശ്നങ്ങളും ഒരുപാട് സാമ്പത്തിക ചിലവൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അത്യാവശ്യം തോന്നിയപ്പോൾ ഇങ്ങനെ വർക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകാൻ നമുക്കൊരു വണ്ടി ആവശ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടിയൊക്കെ എടുത്തതാണ്. ഇപ്പോൾ ഈ വണ്ടിൻ്റെ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല, അതിനായിട്ടുള്ള സ്കോപ്പൊന്നുമില്ല. BGM ഇട്ട് പിന്നെ ഡെലിവറി ചെയ്തിട്ട് തന്നെ ഇതിൻ്റെ ഡെലിവറി വീഡിയോസ് തന്നെ നമ്മളൊരു BGM ഇട്ട് ചെയ്തിട്ട് കുറേ കമൻറ്റ് തന്നതിന് ഉള്ളൂ ഞങ്ങൾ ബെൻസ് ഉദ്ദേശിച്ചു എന്നൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ബെൻസാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിക്ക് തന്നെ പോകാൻ പറ്റുന്ന ഒരു വണ്ടി. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ കൂടെ ഉണ്ടാവണം. ഇത്രയും കാലങ്ങൾ തന്ന സപ്പോർട്ടുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ ഒരു മാറ്റവും ഇനിയുള്ള മാറ്റങ്ങൾക്കും ഇനിയുള്ള വളർച്ചക്കൊക്കെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ ലൊക്കേഷനിൽ പോയിട്ട് ബാക്കി വിശേഷം അവിടെ വെച്ച് കാണാം. കുസുനെ ഞങ്ങൾ വൈക്കത്തട്ടോ മുത്തുവിന്റെ വീട്ടിലാക്കിട്ട് വേണം പോവാൻ. പരിപാടി പൊളിയെന്നാവോ, അവിടെ നിൽക്കുമെന്നാവോ. നല്ല ഫുഡും ഞങ്ങള് പോവാണ് പറയാ. ഇത്രക്ക് ആയില്ല പറ്റി ആർക്കാരും കേൾക്കാനൊക്കെ. കുട്ടിയെ ഇല്ലേ കുസിനെ കൊടുക്ക പിന്നെ അവിടെ കൊണ്ടേ കൊടുക്കേ, വലിയ ചറങ്ങി കൊണ്ടേ കൊടുക്കേ. ഉള്ളിൽ കയറി വണ്ടി അടക്കേ നിക്കോൾ പോയിക്കോട്ടെ. പോയിക്കോട്ടെ പോയിക്കോ പോട്ടോ പോയിക്കോളി. ഇല്ല കുഴപ്പമൊന്നുമില്ല, പോവന്നെ. ഞങ്ങളെ എണ്ണടിച്ച് പോരാ. ഫോണില്ലേ ഫോൺ കിട്ടിയില്ല. മുങ്ങിയാഴ്ച എടുക്കാൻ കുറച്ച് ഗതിയാടായിട്ട് പിന്നെ ആരുടെ നിന്നിട്ട് ഞാൻ തന്നെ ബ്ലോഗ് ചെയ്തിട്ടാലേ അതൊരു കാര്യം കൊടുക്കും. ഷൂട്ട് കഴിഞ്ഞ് മേഡത്തിന് വയലിൽ വിട്ടാൻ വന്നതാണ്. മേഡൊക്കെ വലിയ ആളാണ്. ബാഗ് മേഡത്തിൻ്റെ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത്. ആള് കൊല്ലത്താണ് മാഷ്. പെട്ടെന്ന് ഗ്ലാസ് താത്തിയ പെട്ടെന്ന് പോകുകൊണ്ട് അതൊക്കെ ഗ്ലാസ് താത്തുള്ളൂ. ഞാൻ പോവാണ് ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയത് മാത്രമേ ഇവിടെ ഏൽപ്പിച്ചുള്ളൂ. ഇതാക്കണോ ഇല്ല അതൊക്കെ ഇതില്ല, അതൊക്കെ ഇതിലിരുന്നു. ഒന്നുമില്ല, ഒന്നിനും ഞാൻ ഇവിടെ ഇറക്കില്ല. ആയിക്കോട്ടെ കുഴപ്പമില്ല. ആ എപ്പാണേലും പോസ്റ്റ് ചെയ്യും. ആ ഉറപ്പായിട്ട് പോസ്റ്റ് ചെയ്യും. ഒരു രേഖ പറയാം, ഞാൻ ഇഞ്ച ഏർപ്പാടില്ല. എൻ്റെ മുന്നിൽ വന്നിരുന്നു ആലോചന
വണ്ടി 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 കുറച്ചൊരു നമ്മൾ ഉമ്മച്ചിനെ ഇറക്കി കൊടുത്ത് കാക്കൂനെ അവിടെ ആക്കി ഞാനും ഉപ്പച്ചി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്തു. അങ്ങനെ ഉപ്പച്ചിയും കുളിച്ച് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. ഞമ്മക്ക് നോമ്പറക്കുക. ഞാൻ അവിടുത്തെ വിശേഷം പള്ളിയിൽ നോമ്പറുണ്ട് കുറച്ചുള്ളൂ. ഞാൻ അവിടുത്തെ ഇവിടെ തന്നെ അടുത്ത തൊട്ട പള്ളിയാണ്. നമ്മൾ തറാവിക്കൊക്കെ പോണ പള്ളി തന്നെയാണ്. നോമ്പറുണ്ടെന്ന് അവിടെ. അപ്പൊ അതിന് പോയിട്ടില്ലെങ്കിൽ നാട്ടുകാരെ അപ്പൊ ഞങ്ങൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. കാക്കൂ നമ്മള് വരുമ്പോ അവിടെ ആക്കി കൊടുത്തു. ഇനി നമ്മള് രണ്ടാളും മാത്രമേ ഉള്ളൂ. ഞങ്ങള് വന്നിട്ട് ഒന്നാമത് ഞങ്ങൾ രണ്ടാളും മുഖത്ത് നല്ല മേക്കപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുളിച്ചും വേണം. മേക്കപ്പ് ഇന്റെ മുഖത്തില്ല, ഇന്റെ മുഖത്ത് നല്ല കട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇറക്കിയാലും മേക്കപ്പും കാണണം, പർദ്ദിടണം. ഞങ്ങള് പോന്നു. എന്നിട്ട് ഇപ്പൊ കുളിച്ചു. ഞാൻ മേക്കപ്പ് ഒക്കെ കളഞ്ഞ് അവിടെ കാക്കുണ്ട് കേസ്. നമ്മളെ കണ്ണാടി കൊണ്ട് കാണുന്നത്. ഇതാണ് നമ്മളെ ഗ്രൗണ്ടിലാണ്. ഗ്രൗണ്ടിലോട്ടോ നമ്മൾ വന്നിരിക്കും. നമ്മളെ ഗ്രൗണ്ടിലോട്ട് പക്ഷെ ഇറങ്ങപ്പാ. ഇതാണ് ഗേസ് നമ്മളെ വിശാലമായി ഗ്രൗണ്ട്. ഇവിടെ സൺസെറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു പട ആൾക്കാരുണ്ട്. ഞാൻ മാത്രമേ പെണ്ണുള്ളൂ. നമ്മുടെ കാക്കും ഇതിലുണ്ട് ഗേസ്. മൈൻഡ് ചെയ്യൂല. കണ്ട് കണ്ട് എല്ലാരും മോന്ത ഞാൻ ഇതിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഇതായിരിക്കണം. ഹലോ ഇതായിരിക്കുന്നു. ഉപ്പച്ചക്ക് പോതാ മതി. നിന്റെ കുട്ടി ബിരിയാണി ഇവിടെ ആക്കൽ തുടങ്ങി. ഷാബാപ്പയുടെ വയസ്സ് ബിരിയാണി വെച്ച് നമുക്ക് അവിടെ പോയി ഇല്ലാരി വെള്ളം വരെ കലക്കിട്ടുണ്ട്. ഇതിപ്പോ എന്ത് വെള്ളം ചോദിച്ചാൻ പാടില്ല, അറിയത്തില്ല. ചെന്നും ആത്മാർത്ഥമായി പണിയെടുക്കാത്ത ചെന്ന് മാത്രം നല്ല ആത്മാർത്ഥമായി പണിയെടുക്കുന്നു. നാടിന്റെ ഇവിടെ ഇതിനോട് വലിയ പണി നടക്കുന്നുണ്ട് കേട്ടോ. പേര് ചാത്തക്കുട്ടി പെണ്ണുങ്ങളും മാധവന്റെ പെണ്ണുങ്ങളും ചാത്തൻകുട്ടി വരും. സോറി ചാത്തൻകുട്ടി നേരത്തെ ഇവിടെ അതിന് ഓടിക്കോളി പൊട്ടിക്കോളി. നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ നോമ്പറാന്ന് പറഞ്ഞാൽ സമൂഹ നോമ്പറാണ്. അതിലെല്ലാവർക്കും ഫുഡ് ഉണ്ടാവും. ഈ പരിസര പ്രദേശങ്ങളിലെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. വരാൻ കഴിയാത്തവർ അതുപോലെ രോഗികളായ ആൾക്കാർക്കൊക്കെ വീട്ടിലേക്ക് ഫുഡ് എത്തിക്കുക, മറ്റുള്ളവരൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമ്മൾ ഇനി ബാങ്ക് കൊടുക്കാൻ സമയമായി. അപ്പോൾ ആ പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും ബൈ.